ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിപ്പ വന്ന ഈ സിറ്റുവേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ ആരും പാനിക് ആവരുത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് കേരളത്തിലുള്ളത്. ആരും തന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നാതെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ പോവുകയോ ചെയ്യരുത് അടുത്തൊരു 15-20 ദിവസത്തേക്ക്. പിന്നെ പല സോഴ്സസിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം പുറകെ പോകാനായിട്ട് ആരും നിൽക്കരുത്. ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതോ ഡോക്ടേഴ്സ് പറയുന്നതോ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതോ മാത്രമായിട്ടുള്ള ഇൻഫർമേഷൻസും ന്യൂസും ഫോളോ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും വവ്വാലുകൾ വസിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ കൂട്ടം കൂടി അതിനെ പോയി നശിപ്പിക്കാനോ തീയിടാനോ ഇളക്കി വിടാനോ ഉള്ള ആക്ടിവിറ്റീസിൽ ആരും ഏർപ്പെടാണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ സിറ്റുവേഷൻ കൂടുതൽ വഷളാകാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. സോ ഒറ്റ വാക്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ആരും പാനിക് ആകാണ്ടിരിക്കുക. ഏറ്റവും നല്ല ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യുക. ബാക്കി ജോലി അവർ ചെയ്യും.